35 ആയവര് ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ ഓർത്ത് വെച്ചാണ്ടല്ലോ ഭാവിയിൽ നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നുകയും ചെയ്യും. ഏറ്റവും ആദ്യത്തേത് ഡോക്യുമെന്റ് യുവർ ലൈഫ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങളുടെ ഇപ്പോഴത്തെ മൊമെന്റ് ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്യൂ. നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ സേവ് ചെയ്യൂ, ആൽബം ആക്കൂ, പ്രിന്റ് ചെയ്യൂ. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി, ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാവും. നിങ്ങളുടെ വീഡിയോസ്, കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ സേവ് ചെയ്ത് ഫോൾഡറിലാക്കി അതിനെയൊക്കെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഇടത്തിലൊക്കെ സൂക്ഷിച്ചിട്ടാൽ, ഡോക്യുമെന്റ് ചെയ്താൽ, നിങ്ങളുടെ മെമ്മറീസിനെ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാനായാൽ 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കും. സർക്കിൾ ചെറുതാവും, അതിന് ടെൻഷൻ വേണ്ട. നിങ്ങളുടെ കൂട്ടുകാരുടെ എണ്ണം കുറയും, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ എണ്ണം കുറയും. അതങ്ങനെയാണ്, പ്രായം കൂടുന്തോറും അതങ്ങനെയാണ് നല്ലത്, അതങ്ങനെയാണ് ആകേണ്ടത്. എന്തിനാണ് ഇപ്പോൾ ഒരുപാട് പേര്? നിങ്ങൾക്കത് റിയലൈസ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് അയ്യോ എനിക്ക് കുറെ മനുഷ്യർ കൂടെ ഇല്ലല്ലോ എന്ന് ചിന്തിക്കണ്ട. വർത്തായ, വാല്യൂ ഉള്ള, ക്വാളിറ്റി ഉള്ള വളരെ കുറച്ച് പേരും. അങ്ങനെയുള്ളവരെയൊക്കെ ഇവിടെ നിന്ന് ടാഗ് ചെയ്തേ ഈ കമന്റിൽ, എന്നിട്ട് അവർക്ക് ഒന്ന് അയച്ചു കൊടുത്തേ, അവരും കാണട്ടെ. 3, സ്റ്റാർട്ട് സേയിങ് നോ എന്നുള്ളത്. എല്ലാത്തിനും ഒന്നും യെസ് പറയേണ്ട കാര്യമില്ല. എല്ലാവരും പറയുന്ന എല്ലാത്തിനും നമ്മൾ യെസ് പറയേണ്ട കാര്യമില്ല. അതിന്റെ പ്രായമൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞു. സ്റ്റാർട്ട് സേയിങ് നോ. ചില കാര്യങ്ങൾ നോ പറയേണ്ടതാണ്, അത് നോ പറയൂ. നിങ്ങളുടെ സമയത്തിനെ ബാധിക്കുന്ന, നിങ്ങളുടെ സമാധാനത്തിനെ ബാധിക്കുന്ന, നിങ്ങളുടെ സന്തോഷത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ നോ പറയുന്നേ. അതിൽ ഒരു തെറ്റില്ല. അതാണ് സന്തോഷം, അതാണ് സമാധാനം. അത് ഭാവിയിൽ മനസ്സിലാവും. അതിപ്പോ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ നല്ലതാണ്. മറ്റെന്ത് പഠിച്ചില്ല എങ്കിലും മണി മാനേജ്മെന്റ് പഠിക്കേണ്ട പ്രായമാണ്. കാശ് എങ്ങനെ മാനേജ് ചെയ്യും എന്നതാണ് നിങ്ങൾ പഠിക്കേണ്ട. അപ്പൊ ഇത്രയും നാൾ പഠിച്ചതുപോലെയല്ല ജീവിതം എന്നത് എങ്ങനെയാകണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാണല്ലോ മണി മാനേജ്മെന്റ് നന്നായിട്ട് അറിയാവുന്നവർക്കാണ്. പലരും പറയും പണത്തിനെ കുറിച്ചാണോ ഞാൻ വറീഡ് ആകേണ്ടതാണ്, അതിനെക്കുറിച്ച് നിങ്ങൾ ബോധേഡായിരിക്കണം. കയ്യിൽ കാശ് വേണം. അപ്പൊ കയ്യിൽ കാശില്ലെങ്കിൽ വലിയ പണിയാണ്. അപ്പൊ മണി മാനേജ്മെന്റ് പഠിക്കണം. 5-മത്തേത്, നിങ്ങളുണ്ടല്ലോ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആണ്. ഇത്രയും നാൾ നമുക്ക് അങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫൊന്നും ആയിരുന്നില്ലായിരിക്കാം. ഇനി നമ്മൾ പതിയെ കുറേശ്ശെ ഓർഗനൈസ് ആയി നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ജീവിതം, ഒരു ദിവസത്തിൽ ഇന്നൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ ഡയറിയൊക്കെ ഒന്നുകൂടിയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണം. അല്ലെങ്കിൽ മൊബൈലിന്റെ നോട്ട് പാഡിലേക്ക് നമ്മുടെ ഷെഡ്യൂളൊക്കെ, നമ്മുടെ ലൈഫ് കുറച്ച് ഷെഡ്യൂൾ ചെയ്തിരുന്നത് നല്ലതാണ്. ഇപ്പൊ യാത്രകൾ, അല്ലെങ്കിൽ നാളത്തെ ദിവസം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ മാസത്തെ എന്റെ യാത്ര ഇങ്ങോട്ടാണ്, അതിന് ഞാൻ ഇത്ര രൂപ കളക്ട് ചെയ്യണം, ഈ കാര്യം ചെയ്ത് തീർക്കാനുണ്ട്, അല്ലെങ്കിൽ ഇന്നയാളെ കാണാൻ പോയിട്ട് കുറച്ചാളായി, ഇന്നയാളെ വിളിച്ചിട്ട് കുറച്ചാളായി. അങ്ങനെ നമ്മളൊന്ന് ചാർട്ട് ചെയ്ത്, ലിസ്റ്റ് ചെയ്ത്, ഷെഡ്യൂൾ ചെയ്തിട്ട് ഇപ്പോഴേ ശീലിച്ചാൽ 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ വേറെ ലൈഫ് ജീവിക്കും. ശരി, ഒരുപാട് സന്തോഷം. ഏറെ പ്രിയപ്പെട്ടവരെ ടാഗ് ചെയ്യൂ, അവർക്കായിട്ട് ഇത് അയച്ചു കൊടുക്കൂ, നിങ്ങളും സേവ് ചെയ്യൂ, എന്നിട്ട് ഫോളോ ചെയ്ത് കയറി വായോ. വരകട്ടെ പ്രകാശം.